ഹലോ, ഞാൻ പ്രീത ചേച്ചി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മീൻ പീരയുടെ റെസിപ്പി ആയിട്ടോ കേട്ടോ. മീൻ പീര എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമീനൊക്കെ വാങ്ങിച്ച് നമ്മൾ ഒരു നേരമൊക്കെ കൂട്ടിക്കഴിയുമ്പോൾ വറുത്ത് കൂട്ടിക്കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പാകും. ആ മടുപ്പ് മാറ്റാൻ വേണ്ടി നമുക്ക് അതിനെ നമ്മളൊരു പീരയാക്കി മാറ്റുവാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, എളുപ്പപ്പണിയാട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്ന എളുപ്പപ്പണിയാണ്. അപ്പോൾ ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ കാന്താരിമുളക്, വെളുത്തുള്ളി, കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി ഇഞ്ചി, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കണം. പിന്നെ നമ്മൾ ചാളയാട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് രണ്ട് നേരം കൂട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ മടുപ്പാണ്. നമ്മൾ ഒന്ന് ചൂടാക്കി പിന്നെ ഒന്നുകൂടെ ചൂടാക്കി. അപ്പോൾ പിന്നെ ഇതൊന്നോടെ ഒന്ന് മാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിക്കുക. മുള്ളൊന്നും കാണില്ല കേട്ടോ. നന്നായിട്ട് പൊടിച്ചു കഴിയുമ്പോൾ ആ പൊടിച്ചതെടുക്കുക. പിന്നെ ആ ജാറിലേക്ക് തന്നെ നമ്മൾ ഈ കുറച്ച് തേങ്ങ എടുക്കുക, ഈ പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക, ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കൂടുതൽ തേങ്ങ ഇട്ടിട്ട് പിന്നെ കൊമ്പമുളക്, സവോള, ഒരു തക്കാളി ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ അരിഞ്ഞെടുക്കണം. ഈ പൊടിച്ചു വെച്ചതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒന്ന് തിരുമ്മി, ഉപ്പ് നമ്മൾ ചേർക്കണ്ട കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മീനിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ ഒരു കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് കടുക് വറുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. എൻ്റെ എല്ലാം മിനിമം ആയിട്ടാണ്. എന്നുവെച്ചാൽ ആവശ്യമില്ല നമ്മൾ രോഗം വലിച്ചു വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന പഴമയുടെ കറിയാണ്. അതുപോലെ ഓവറായിട്ട് നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന ഒരു സാധനം എൻ്റെ റെസിപ്പിയിലില്ല കേട്ടോ. എന്നിട്ട് ഒന്ന് മൂടി വെക്കുക, ഒരു ശകലം വെള്ളം ഒഴിച്ച്. എന്നിട്ട് അത് അത്യാവശ്യം കണ്ടോ ഒന്ന് വെന്തു, ആ സവോളയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ആ മീനിൻ്റെ പൊടി ഇടുക. ഈ ഹോട്ടലുകാരൊക്കെ മീൻ പീരാന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന സാധനം ഇതാട്ടോ. നിങ്ങൾക്കറിയത്തില്ല, എനിക്കറിയാം. ഞാനൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുക്ക് പറഞ്ഞതാണ്, അവിടെ വറുത്ത് വെക്കുന്ന മീനിൻ്റെ ബാക്കി ഇരിക്കുന്ന സാധനം എല്ലാം കൂടെ അവർ പൊടിച്ച് നമ്മളെ പിറ്റേ ദിവസം തീർക്കുന്നു. ഇതിപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇതിനകത്തോട്ട് ശകലം ഉലുവാപ്പൊടിയും കുറച്ച് ഉപ്പ്, ഉലുവാപ്പൊടി ഇടുന്നതിൻ്റെ എന്തോ മറിഞ്ഞുപോയി. എന്നിട്ട് ഇന്ന് ഇളക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലത്തെ പഴമയുടെ റെസിപ്പിയൊക്കെ ആയിട്ട് വരും.